ഹായ് ഹലോ നമസ്കാരം യൂറോണംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തോ ആണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഈ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പരിമിതികളുണ്ട്. വൈറ്റി സ്റ്റുഡിയോ കുറച്ചുകൂടി ബെറ്റർ ആണ്. എന്നാൽ എല്ലാത്തിനും ഉപരിയായിക്കൊണ്ട് നമുക്ക് ഗൂഗിൾ ക്രോമിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എൻഡ് സ്ക്രീൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, എൻ്റെ വാട്സാപ്പിൽ ചോദിച്ച ചോദ്യമാണ്, ഹലോ, ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആയി വരുന്നത്. ഡെസ്ക്ടോപ്പ് സൈറ്റ് ടിക്ക് ചെയ്തിട്ടും അങ്ങനെയാണ് വരുന്നത്. വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ഡിലീറ്റ് ചെയ്യാതെ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വല്ല മാർഗവും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അത് നേരെ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലേക്ക് പോവുകയും ക്രോം ബ്രൗസറിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. ആ സമയത്ത് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്തിട്ട് അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ക്രോം ബ്രൗസറിൽ പോയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയല്ലാതെ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാതെ റിമൂവ് ചെയ്യാതെ നമ്മൾ മൊബൈൽ ഫോണിൽ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ കമൻ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെയാണ് വൈറ്റി സ്റ്റുഡിയോ ഡിലീറ്റ് ചെയ്യാതെ റിമൂവ് ചെയ്യാതെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുന്ന സമയത്ത് വൈറ്റി സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ സെർച്ചിൽ പോയിട്ട് ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു രീതിയിൽ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. അവിടെ പോയിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് താഴെയായിട്ട് സെറ്റിങ്സിന് മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ ടിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇതേപോലെയാണ് കാണാൻ പറ്റുന്നത്. അതായത് മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്തതുപോലെയാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തതുപോലെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് 3 ഡോട്ട്സിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമ്മൾ ഈ ഒരു സ്ക്വയർ കള്ളിയിൽ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്ന രീതിയിലാണ്, നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നേരെ പോയിട്ടുള്ളത് എവിടേക്കാണ്, വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് യൂട്യൂബ് സ്റ്റുഡിയോ ആണ് നമ്മൾ തുറക്കാൻ ഉദ്ദേശിച്ചത് ക്രോം ബ്രൗസറിൽ. നേരെ പോയിട്ടുള്ളത് വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ മാറ്റാൻ പറ്റും, യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ തന്നെ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആവാതെ, അതേപോലെ വൈറ്റി സ്റ്റുഡിയോ ഡിലീറ്റ് ചെയ്യാതെ റിമൂവ് ചെയ്യാതെ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രണ്ടും ക്ലോസ് ചെയ്യുക, ക്രോം ബ്രൗസറും അതുപോലെ തന്നെ വൈറ്റി സ്റ്റുഡിയോ നമ്മൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഐക്കണിൻ്റെ മുകളിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ്, അതുപോലെ തന്നെ ഡിലീറ്റ്, അതുപോലെ ആപ്പ് ഇൻഫോ, ഈ 3 ഇത് കാണാൻ പറ്റും നമുക്ക്. ഈ ഒരു വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. റിമൂവ് കാണാൻ പറ്റും, ഡിലീറ്റ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ആപ്പ് ഇൻഫോൻ്റെതും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വലത് വശത്തുള്ള ആപ്പ് ഇൻഫോൻ്റെ ആ ഒരു മാർക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വൈറ്റി സ്റ്റുഡിയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ അൺഇൻസ്റ്റാള്, ഫോഴ്സ് സ്റ്റോപ്പ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ പെർമിഷനും സ്റ്റോറേജ് ക്യാഷെ അതൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്ന സമയത്ത് ലാംഗ്വേജിൻ്റെ താഴെയായിട്ട് നമുക്ക് ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ YT സ്റ്റുഡിയോ അലോ വെബ് ലിങ്ക്സ് ടു ഓപ്പൺ ഇൻ ദിസ് ആപ്പ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ഓപ്പൺ സപ്പോർട്ടഡ് ലിങ്ക്സ് എന്ന് കാണാൻ പറ്റും. അതിനും താഴെയായിട്ട് ലിങ്ക് ടു ഓപ്പൺ ഇൻ ദിസ് ആപ്പ് വൺ വെരിഫൈഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓപ്പൺ സപ്പോർട്ടഡ് ലിങ്ക്സ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓഫാക്കി കൊടുക്കുക. അത് ഓണായി കിടന്ന ആ ഒരു സംഭവം നമ്മൾ ഓഫാക്കി കൊടുക്കുക. ആ ഓപ്പൺ സപ്പോർട്ടഡ് ലിങ്ക് ഓഫാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മളെ ഈ ഒരു YT സ്റ്റുഡിയോ ആപ്ലിക്കേഷന് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ക്രോം ബ്രൗസറിലേക്ക് നമ്മൾ പോവുകയാണ്. ക്രോം ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതാ യൂട്യൂബ് സ്റ്റുഡിയോ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ, ടോപ്പിലുള്ള 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലാണ് ഇപ്പോൾ നിലവിൽ നമ്മളെ ക്രോം ബ്രൗസർ നിൽക്കുന്നത്. ഇനി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് ക്രോം ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ആക്കി കഴിയുകയാണ്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, ക്രോം ബ്രൗസറിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞ സമയത്ത് നേരിട്ട് ക്രോം ബ്രൗസറിലെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കാണ് പോയിട്ടുള്ളത്. ഡെസ്ക്ടോപ്പ് സൈറ്റിലൊക്കെ കാണുന്നത് പോലെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് YT സ്റ്റുഡിയോനേക്കാൾ കൂടുതൽ ഓപ്ഷനുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഞാനൊരു ഡെമോ ചാനൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൽ സബ്സ്ക്രൈബേഴ്സോ അതേപോലെ തന്നെ വീഡിയോസോ ഒന്നും കാണാൻ പറ്റില്ല. എന്നാൽ YT സ്റ്റുഡിയോയിൽ നമ്മൾ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട്, അതേപോലെ സെറ്റിങ്സുകൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ചാനലിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻഡ് സ്ക്രീന്, അതേപോലെ ഐക്കാർഡ് പോലത്തെ കാര്യങ്ങൾ, മിഡ് റോൾ ആഡ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് YT സ്റ്റുഡിയോയിലും ചെയ്യാൻ പറ്റും. YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. എന്നാൽ അതിലുപരിയായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ഫോണിൽ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമും ഉണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആണെങ്കിൽ അത് YT സ്റ്റുഡിയോയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള, നമ്മൾ എന്ത് ചെയ്യുക, YT സ്റ്റുഡിയോ ആപ്ലിക്കേഷന് നേരെ മുകളിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ റിമൂവ് കാണാൻ പറ്റും, ഡിലീറ്റ് കാണാൻ പറ്റും. അതിൽ നമ്മൾ അതിൻ്റെ ഡിലീറ്റിൻ്റെ സൈഡിലായി കാണുന്ന ആ ഒരു ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു സെറ്റിങ്സിൻ്റെ ഈ ഒരു ആപ്പ് ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഓപ്പൺ ബൈ ഡിഫോൾട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പൺ സപ്പോർട്ട് ലിങ്ക് അത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലേക്ക് പോവാതെ ഗൂഗിൾ ക്രോമിൽ തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോകൾക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ, നല്ല അഭിപ്രായങ്ങളൊക്കെ ചെയ്യുക. ഇതേപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകളിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.